അമ്മ ചെയ്യാൻ പോകുന്നത് യമ്മി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കിന്ന് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അത് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാറിനേറ്റ് ചെയ്ത് നമ്മളൊരു 10 മിനിറ്റ്സ് വയ്ക്കും. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കും. അതിന് ശേഷമാണ് നമ്മൾ റോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ ഈ മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിക്കാം. മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് മിക്സിയുടെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ജാർ എടുക്കുക. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1 ടീസ്പൂൺ ഓണിയൻ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്രയും വേണ്ടി വരും. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ചെറിയൊരു പച്ചമുളക് 3 കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിവിടെ മസാല പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഒരുപാട് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഈ ഒരു പേസ്റ്റ് ഒരു സെമി സോളിഡ് പോലെ ഒരു പേസ്റ്റ് പോലെ ഇരിക്കണം. ഇതാണ് കൺസിസ്റ്റൻസി. എന്നാലാണ് നമുക്ക് ആ കൊഞ്ചിലോട്ടെല്ലാം നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മസാല നമ്മുടെ ചെമ്മീനിലോട്ട് മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെയും അതുപോലെ തന്നെ ഓണിയൻ പൗഡറിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്കും നല്ലൊരു ഫ്ലേവർ കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ കറി ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കറി ലീവ്സും കൂടി ഈ ടൈമിൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറി ലീവ്സ് ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെമ്മീൻ്റെ എല്ലാ പാർട്ടിലോട്ടും ഇത് നന്നായിട്ട് മസാല വന്നെന്ന് ഉറപ്പ് വരുത്തുക. എല്ലാ ചെമ്മീനിലോട്ടും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മസാല നന്നായിട്ട് ചെമ്മീൻ്റെ എല്ലാ പാർട്ടിലോട്ടും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ്സ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീൻ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മാക്സിമം വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന്. നമുക്ക് കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്ത കാരണം ഞാൻ 2 സ്പിനാച്ച് ലീവ്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു ഫ്രൈ ചെയ്യാനുള്ള കൊഞ്ചിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ലീവ്സ് എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. കണ്ടോ, കറി ലീവ്സ് കിടക്കും പോലെ തന്നെയല്ലേ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും തരും. അതുപോലെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഉണ്ട് എന്തെങ്കിലും ഒരു ലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ കൊഞ്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഈ കൊഞ്ച് പൊരിച്ചെടുക്കുമ്പോൾ എന്താ സ്മെല്ലെന്നറിയോ? ഭയങ്കര അമേസിങ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോർമലായിട്ടുള്ള എണ്ണയിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല.
ഒരുപാട് നമ്മുടെ കൊഞ്ചൊന്നും ഓവറായിട്ട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക്ഡായാൽ മതി. നമ്മളിനി ഓൾറെഡി ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ ഇത് ഒരുപാട് അങ്ങ് ഹാർഡായി പോവും. അതുകൊണ്ട് നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏത് സാധനമാണെങ്കിലും, ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും അതെ, ഇതുപോലെ ചെമ്മീനാണെങ്കിലും നമ്മൾ ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഹാർഡായി പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ കൊഞ്ച് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു ചെറിയ സവാള, ഇതിൻ്റെ ഫുൾ വേണ്ട, ചെറിയ ഹാഫ് പാർട്ട് മതി, ഒരു ചെറിയ സവാളയുടെ ഹാഫ് പാർട്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, ഞാനിവിടെ ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതും നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് ഇത്രയും ഫ്രൈ ആയാൽ മതിയാവും. ഞാനൊരു കൊഞ്ചെടുത്ത് കഴിച്ചു നോക്കി. അപ്പോൾ നല്ല ക്രഞ്ചി ടേസ്റ്റ്, ക്രഞ്ചി ഫീലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രഞ്ചി ഫീലായിരിക്കണം. ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല, കാരണം ഓൾറെഡി നമുക്ക് ഇനി ഇതിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ, ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ സവാളയുടെ ഹാഫ് പാർട്ട്, ഒരു ചെറിയ സവാളയുടെ ഹാഫ് പാർട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ ഓണിയൻ പൗഡർ, അതുപോലെ തന്നെ ഗാർലിക് പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ചെറിയ ഒരു ഭാഗം ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട്. ആദ്യം നമുക്കിത് നന്നായിട്ട് ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവണം. ഉള്ളി ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ കൊഞ്ചിൽ ഉപ്പ് ആഡ് ചെയ്താണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതിയാവും. നന്നായിട്ട് സോട്ട് ചെയ്യാം. ഇത് ശരിക്കും എൻ്റെ അമ്മാമ്മയുടെ റെസിപ്പിയാണ്. അമ്മാമ്മ ഇതുപോലെ ഉള്ള ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അമ്മാമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഒരിക്കലും നമ്മളൊന്നും ഉണ്ടാക്കിയാൽ വരത്തില്ല. അത്രയും ഡെലീഷ്യസ് ആണ് നമ്മുടെ അമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡിന്. അതൊന്നും നമ്മൾ എത്ര ശ്രമിച്ചാലും അത്രയൊന്നും എത്തത്തില്ല. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അത്രയും എടുത്തിട്ടുള്ളൂ. അതിലോട്ട് ആഡ് ചെയ്ത് സോട്ട് ചെയ്യാം. ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു ടൊമാറ്റോ. ഇനി ഇതും എല്ലാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ മസാലയെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത്, ചെമ്മീൻ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി റെഡ് ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്, അധികം എരിവില്ലാത്തത്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലൊക്കെ മാറ്റം വരുത്താം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും പെരിഞ്ജീരകവും കൂടെ പൊടിച്ചത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളുടെ എല്ലാം റോ സ്മെല്ല് മാറണം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം, നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്യുക. ഒരിക്കലും തണുത്ത വെള്ളമൊന്നും ആഡ് ചെയ്യരുത്, അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറിപ്പോവും. അതുകൊണ്ട് നല്ല തിളപ്പിച്ച വെള്ളം 1/4 കപ്പ് മതിയാവും. ഓൾറെഡി നമ്മുടെ ചെമ്മീനൊക്കെ വെന്തിരിക്കുന്നത് കൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി.
അതുകൊണ്ട് ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ഈ നീരെല്ലാം ഇതിൻ്റെ നീരെല്ലാം വറ്റി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നീരെല്ലാം വറ്റി വരുന്നത് വരെ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് നീരൊക്കെ വറ്റി നല്ല കുറുകി വരണം അതിൻ്റെ അരപ്പെല്ലാം. ഇനി നമുക്ക് ഇതിൻ്റെ നീരെല്ലാം ഇതിൽ കിടന്ന് വറ്റി നന്നായിട്ട് കുറുകി വരണം. അതുപോലെ നമുക്ക് ആ റോസ്റ്റ് ഫോം ആക്കി എടുക്കണം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കുക. ഇനി അതൊരു 5 മിനിറ്റ്സ് നന്നായിട്ട് കുക്കാവട്ടെ. കുക്കായതിനു ശേഷം നമ്മൾ ആദ്യം കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത പാനിലിട്ട് നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൊഞ്ച് പാകത്തിന് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് നമ്മൾ ചെമ്മീൻ പൊരിച്ച അതേ പാനിലിട്ട് തന്നെ നമുക്കിതങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിടുക. അതിനുശേഷം നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് വേഗം തന്നെ ചൂടോടെ സെർവ് ചെയ്യാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ്. സോ എല്ലാവരും ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസി, ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ചെമ്മീൻ റോസ്റ്റ്. Subscribe, hit the bell and like.